ഹായ്, ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ കറുത്ത ഏത്തപ്പഴം പഴുത്ത് കറുത്ത് പോകുമ്പോൾ നമ്മളത് ഉപയോഗിക്കാൻ ഒരു മടി തോന്നും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ ആ കറുത്ത ഏത്തപ്പഴം നമ്മളത് പുഴുങ്ങിയെടുത്ത്, ഇപ്പം 2 ഏത്തപ്പഴമാണ് ഞാൻ ഈ പലഹാരത്തിന് വേണ്ടി പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി കൂട്ടിച്ചേർത്ത് അരച്ചെടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ടത് അരച്ചെടുത്ത് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. നമ്മൾ വേറെ വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ പഴവും പഞ്ചസാരയും ഏലക്കാപ്പൊടിയാണ് ചേർത്ത് അരച്ചത്. അപ്പം നമ്മൾ ലേശം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ തേങ്ങ നമ്മൾ ഇതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ലേശം നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് ആ തേങ്ങ ചൂടാക്കി എടുക്കണം. തേങ്ങയുടെ പച്ചപ്പ് മാറുന്നതിന് മുമ്പേ ഒരു ലേശം ജീരകവും ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ കുറച്ച് പായസപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി അതിനകത്തിട്ട് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഒത്തിരി വെന്ത് പോകരുത്. ഇങ്ങനെ ഒന്ന് കടിക്കുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇതിനകത്ത് മധുരം ഉപയോഗിക്കണം എന്നുള്ളവർക്ക് മധുരം ഉപയോഗിക്കുകയും ചെയ്യാം. പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. പക്ഷെ നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചില്ല. തേങ്ങാപ്പീരയും ഈ പരിപ്പും ഏലക്കായും ജീരകവും കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പ് മാറി. ഇനി നമുക്ക് തീ ഓഫാക്കാം. അപ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കണ പഴത്തിനകത്തോട്ട് നമുക്ക് അരിപ്പൊടി ഇടാം. വറുത്തതോ വറുക്കാത്തതോ അരിപ്പൊടി ഇടാം. ഇടിയപ്പത്തിൻ്റെ പൊടി വേണം ഇടാനായിട്ട്. നമുക്കിതിടാം. ആവശ്യത്തിന് നോക്കിയിട്ട് കുഴച്ച് നോക്കണം. കുഴച്ച് നോക്കിയിട്ട് പോരാഴി ഉണ്ടെങ്കിലേ പൊടി ചേർക്കാവുള്ളൂ. ഈ ലേശം പൊടി കൂടി ചേർക്കണം. ഇതുപോലെ ഇച്ചിരി കൂടി പൊടി ചേർക്കണം. നമ്മൾ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ കൈ കൊണ്ട് കുഴക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തിട്ട് ഇടിയപ്പത്തിന് കുഴക്കണ രീതി വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. നമുക്ക് പൊടിയുടെ അളവ് അതനുസരിച്ച് നമ്മൾ ഇടാവുള്ളൂ. ലേശം പൊടി കൂടി ഇട്ടു. അപ്പം ഇതുപോലെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തിടാം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തിട്ട് ഒരില എടുത്തിട്ട് നമ്മൾ ലേശ എണ്ണയോ നെയ്യോ ഈ ഇലയെ പുരട്ടി കൊടുക്കണം. അപ്പോൾ അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം ഇടിയപ്പത്തിന് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടല്ലേ, ഇത് ഇച്ചിരി വീതിയിൽ പരത്തിയെടുക്കണം. ഇങ്ങനെ ഇച്ചിരി വലിയതായിട്ട് ചുറ്റിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ട്
കൂട്ട് വെച്ചിട്ടുണ്ടല്ലോ, പരിപ്പും തേങ്ങാപ്പീരൊക്കെ ഇട്ട്, അത് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെച്ച് കൊടുക്കണം. ഇനി നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് മടക്കി കൊടുക്കണം. ഈ അറ്റവും കൊണ്ട് കൂട്ടി മടക്കണം. അപ്പം ഇങ്ങനെ വീശി നന്നായിട്ട് ഇതങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് എടുത്ത് വെച്ചിരിക്കണം. കൂട്ടെടുത്ത് വെക്കണം. അപ്പം നമ്മൾ കൂട്ടെടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ രണ്ടറ്റവും ഇങ്ങനെ വെക്കണം. അതിന് ശേഷം നമ്മളിങ്ങനെ ഒന്നുകൂടെ മടക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ വെച്ചിരിക്കുന്ന കൂട്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പം നമ്മൾ 4 എണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അവരവരുടെ വീട്ടിലെ ആളിൻ്റെ അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒരു ഇഡലി പാത്രത്തിൽ വെച്ച് ഒരു 10 മിനിറ്റ് വെച്ചാൽ അത് വെന്തോളും. നമുക്ക് 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. അപ്പൊ 15 മിനിറ്റായി. നമുക്കിനി ഇത് വെന്താന്ന് നോക്കാം. നമ്മൾ തീ ഓഫാക്കിയിട്ട് ഇനി ഇത് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ വെന്തിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ തണുത്തിന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ ഏത്തപ്പഴം ഉപയോഗിച്ചുള്ള പലഹാരം. ഇതിൻ്റെ ഉള്ളിൽ ആ തേങ്ങാപ്പീര, പരിപ്പ്, ഏലക്കാപ്പൊടി ഇതെല്ലാം ചേർത്ത് വേവിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല രുചിയാണിത്. കഴിക്കാൻ നല്ല രുചി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോ വീണ്ടും വരും.